മാസ്റ്റർ അദ്വാജി അടക്കമുള്ള ഷെബി അടക്കമുള്ള വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യത്തിലൂടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുദീർഘമായ ഒരു പ്രസംഗത്തില്ല. അരീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണി നിലനിർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 15 കൊല്ലമായി ഐക്യ ജനാധിപത്യ മുന്നണി തന്നെയാണ് അരീക്കോടിന്റെ മുഖച്ഛായ മാറ്റുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പറയും, ഞാൻ ചോദിക്കട്ടെ മനസ്സിലായി, നിങ്ങളെ കൂടെ നിൽക്കണ ആരെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? ആ ബ്ലോഗർ അബു മരണപ്പെട്ടിട്ട് അതിന്റെ പിതാവ് പറഞ്ഞല്ലോ അതൊരു കൊലപാതകമാണ് സംശയമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു റോഡിൽ കൂടെ ഒരു പെറ്റീഷൻ ഒരു കാര്യങ്ങൾ കൊടുത്തു നിങ്ങൾ ആലോചിക്കണം. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കണമെന്ന് നിങ്ങൾ പ്രത്യേകം അത് ആലോചിക്കണം. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വരണം. ഒരു കൂടെ നിന്ന ഒരാളെ അതിന്റെ വാപ്പട്ട അതിന്റെ പിതാവ് പറഞ്ഞിട്ട് കൂടി നിങ്ങളത് ഏറ്റെടുത്തോ? അന്നാണ് കബറടക്കം ചെയ്തപാടെ ഇൻക്ലാബ് വിളിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തുണ്ടായത്? നിങ്ങളത് പറയും. നമ്മൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സാധാരണക്കാരായ എൻ്റെ ആളുകൾ, ഈ നാട്ടിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കണം. എവിടേക്കാണ് നാടിന്റെ പോക്കെന്ന് മനസ്സിലാക്കണം. അധികാരം അതുപോലെ ദുർവിനിയോഗം ചെയ്ത് അഴിമതി ഏതെങ്കിലും കാര്യം കൊണ്ടുവരാൻ വെച്ചാൽ അത് കൊണ്ടുവരാതെ പാർട്ടി ഇടപെടുന്ന ഒരു അവസ്ഥ അല്ല ഇവിടെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങളില്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നല്ലാതെ ഇവരുടേതായ പാർട്ടിയുടേതായ ഒരു സംഭാവന ഏത് കാര്യത്തിലാണ് ഉണ്ടായത്? അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനെതിരായിട്ടുള്ള 10 കൊല്ലം കേരളം കട്ടുപിടിച്ചു ഭരിച്ചു കൊടുത്ത പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വിജയത്തായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസത്തിന് മുറിവേൽപ്പിച്ച് ശബരിമലയുടെ ദ്വാരകപ്പാലയും അതുപോലെ വാതിൽ കട്ടിലൊക്കെ സ്വർണം പൂശിയത് ചെമ്പാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വിറ്റ് കൊള്ളയടിച്ച പണം സമ്പാദിച്ച ഒരു പാർട്ടിയാണ് CPM. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പത്മകുമാർ എന്ന് പറയുന്നത്, വാസു എന്ന് പറയുന്നത് CPM-ന്റെ MLA-മാരാണ്, ജില്ലാ സെക്രട്ടറി അംഗമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം. ഈ ആന്ധ്രയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും കർണാടകത്തിൽ വരുന്ന ഭക്തരെ, അവർ വലിയൊരു വ്യവസായ കച്ചവടക്കാര്, അവരുടെ ബിസിനസ്സിൽ 5% ഷെയർ ആർക്കാ? അവർ വിശ്വസിക്കുന്ന ദൈവത്തിനാണ്. ആ ദൈവത്തിന് അത് ലക്ഷക്കണക്കിന് റുപ്യ ഉണ്ടാവും, കോടിക്കണക്കിന് ഉണ്ടാവും. അതാണ് തിരുപ്പതിയിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. 6 കിലോ സ്വർണം, 10 കിലോ സ്വർണം, അല്ലെങ്കിൽ 10 കോടി റുപ്യ എന്നൊക്കെ കേൾക്കുന്നത്. ഇവിടെ വന്ന് 5, 10, 15, 25 1 കിലോ സ്വർണം, 1/2 കിലോ സ്വർണ്ണമൊക്കെ കാണിക്ക വെച്ചിട്ട് അതൊക്കെ കാണാനില്ലാന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഇവർക്ക് ഓർക്കാത്ത കൈയുണ്ടോ? എന്നിട്ട് ഉളുപ്പില്ലാതെ അതിന്റെ ഒരാഴ്ച മുമ്പ് അയ്യപ്പ സംഗമം, അയ്യപ്പ ചെറുത്, പിണറായി വലുത് ഫ്ലക്സിന്. നിങ്ങൾ ആലോചിച്ച് നമ്മൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തണം. ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? എല്ലാം PR വർക്കല്ലേ. എന്നിട്ട് പറയാണ് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി സന്ദർ. ഇപ്പൊ മൂപ്പര് തന്നെ സമ്മതിച്ചു, ഞാനൊരു ചർച്ച പിണറായി ചർച്ച നടത്തിയത് 30 കൊല്ലം വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിനെ കൊണ്ടുവന്ന് കൂട്ടുക. ഓരപ്പം കൊടുക്കുമ്പോൾ മതേതര പാർട്ടിയാണ്. ഇപ്പുറത്തെ പിന്തുണ എന്നാൽ ഞങ്ങളുടെ ബഹുമാനായ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പിന്തുണ എന്നാൽ ഞങ്ങൾ ഇതിന് വോട്ട് വേണ്ടെന്ന് പറഞ്ഞു വെച്ചു. ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരു വോട്ടാണ്. എന്നാ CPM പറയോ? ഈ രാജ്യമായിട്ട നിങ്ങൾ എസ്റ്റിമേറ്റ് സഖ്യം ചെയ്യുന്നത് നിങ്ങളെ പറയാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായിട്ട് പറയാം. ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല, സമയം അതിക്രമിച്ചു. നാളെ മറ്റന്നാള് പോളിംഗ് ആണ്. നിങ്ങൾ വളരെ ക്യാമ്പയിൻ ചെയ്ത് ഈ ഒറ്റ വോട്ടിന്റെ ഇതിൽ ആരും വീഴരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവരെ പരിപാടി എന്താ? ആദ്യത്തെ വോട്ട് ഗ്രാമപഞ്ചായത്തിന് വോട്ട് ഞങ്ങൾക്ക് മറ്റേ 2 വോട്ട് കൊടുത്ത്. അതെന്നെ മുനാഫിക്കിന്റെ പണിയല്ലേ? 3 ആളൊപ്പം സ്ഥാനാർത്ഥിയായി പോയിക്കാണ്ട് ഒരുത്തന്റെ കാര്യം മാത്രം പറഞ്ഞ് ബാക്കിയുള്ളവരെ 2 ആള് വലിയ ഏർപ്പാടല്ലേ? ഇത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് ഐക്യ ജനാധിപത്യത്തിൽ കോൺഗ്രസും ലീഗും കഴിഞ്ഞ 56 കൊല്ലമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യത്തിനായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനായ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കിട്ടിയാൽ അതിനുശേഷം നമ്മുടെ വനിതകളുമായി അഭ്യസ്തവിദ്യരായ വനിതകളുമായി അവർ സമ്പാദിച്ച് അതിനൊരു രൂപം ഭാവം ഉണ്ടാക്കണമെന്നവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അവർ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യത്തിനുവേണ്ടി അരീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നിലനിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. അവരോട് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നമായ കൂണി അടയാളത്തിനും അതുപോലെ തന്നെ കൈപ്പത്തി അടയാളത്തിനും കൊട അടയാളത്തിനും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്. അടുത്തായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് CT കരീം അസോസിയേറ്റ്. ഏറ്റവും പ്രിയമുള്ളവരെ,
ഈ പ്രാവശ്യം ഏറ്റവും കരുത്തുറ്റ ഏറ്റവും ഗ്രാമപഞ്ചായത്തിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമാകുന്ന ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിപ്പോൾ വരുന്നത് ചമ്പ്രക്കാട്ടൂരിൽ നിന്നാണ്. ഞാൻ പോകുന്നതും ചമ്പ്രക്കാട്ടൂരിലേക്കാണ്. അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അവർ ഉയർത്തിയ മുദ്രാവാക്യം സ്ത്രീകളെ അവഗണിക്കുന്നു, ദളിതന്മാരെ അവഗണിക്കുന്നു, പിന്നോക്ക വിഭാഗക്കാരെ അവഗണിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സഹകരണ ബാങ്കിന്റെ കുറച്ചു കൊള്ള നടത്തുന്ന ചില ആളുകൾ മാത്രം ഒരു റിങ്ങായി മത്സരിച്ചുകൊണ്ട് ഈ അരീക്കോട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങൾ പോലും നിങ്ങൾക്കെതിരായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ദീർഘമായി പറയുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം മുന്നേ ഇത്തരത്തിലുള്ള റാലിയിൽ വെച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ മുഴുവൻ വാക്കും അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് വികസനം നടപ്പിലാക്കിയ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തുകളുടെ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയവരാണ് ഇവിടെ ഇരിക്കുന്നത്. ആ തുടർഭരണത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ തുടർഭരണത്തിനാണ് വോട്ട് ചോദിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയായ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ തികച്ച രാഷ്ട്രീയമായി വോട്ടുകൾ നമ്മൾ ചോദിക്കുകയാണ്. ഈ കള്ളന്മാർക്കൊപ്പം നിന്നുകൊണ്ട് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലും കൊലയ്ക്ക് കൊടുക്കുന്ന DYFIയുടെയും CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ജനവിരുദ്ധമായ കാപട്യമായ നിലപാടുകൾ, ഏറ്റവും ദൈവികമായ കാര്യങ്ങളിൽ പോലും അഴിമതി നടത്താൻ യാതൊരു മാനവും ഉറപ്പുമില്ലാത്ത ഒരു ഗവൺമെന്റിനെതിരെ പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആദ്യ പടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് അവസരം. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനവിരുദ്ധമായ ഈ ഗവൺമെന്റിനെതിരെ ജനോപകാരപ്രദമായ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിലും കോണി അടയാളത്തിലും കുടയടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് UDF. ബാങ്കിന് ശേഷം MLA ഉദ്ഘാടനം